മോനെ നന്നായിട്ട് പാടിയിടാം. പിന്നെ എനിക്കുള്ള ചെറിയ ചില ഡൗട്ടുകൾ നീ ക്ലിയർ ചെയ്ത് തരണം. അല്ല നിന്നെ വിടത്തില്ല. 1000 ഗാനം അകലെയാണെങ്കിലും അത് നന്നായിട്ടാണ് പാടിയത്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ വേറൊരു സാധനം കൂടി ഇല്ലേ, അതൊന്ന് പാടി കേൾപ്പിക്കാമോ? അകലയാണെങ്കിലും യാണെങ്കിലും ാണെങ്കിലും ആണെങ്കിലും ഓക്കേടാ. രണ്ടും ഓക്കെയാണ്, രണ്ടും ഈശ്വരനാണ്. ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പിന്നെ ചക്കരെ ഖുറാന്റെ കുളിരിലും അതൊന്ന് പാടാമോ? ഖുറാന്റെ കുളിരിടും വാക്യങ്ങൾ എന്നൂടെ കരളിലെ കറകൾ. അത് കാറയല്ലടാ, കറകൾ. കരളിലെ കറകൾ, കരളിലെ കറകൾ കഴുകിടുന്നു. തിരുനബി ഉര ചെയ്ത സാരോപദേശങ്ങൾ അതൊന്ന് പാടാമോ? അത് മുകളിൽ കഷ്ടമായതുകൊണ്ടാണ് നീ അങ്ങനെ. അതൊന്ന് പാടാമോ ഇപ്പൊ കൃത്യമായിട്ടാ? തിരുനബിയുര ചെയ്ത അത് അതിനൊരു അതൊക്കെ കൃത്യമായിട്ട് വന്നില്ല, അവിടെ തന്നെ നിന്ന് പോയി. അതൊക്കെ ഇതിലൊരു സുഖമുള്ള ഏരിയകളല്ലേ. നല്ല എന്താ പറയുക, നല്ലൊരു ഒരു ഒരു നമുക്ക് ആരുടെ മനസ്സിലാണെങ്കിലും ഒരു സമാധാനം. അത് മതമൊന്നും ജാതിയൊന്നും ഇല്ലടാ. അത് നമുക്ക് തരുന്ന ഒരു വൈബ്, അതൊരു മനസമാധാനമാണ്. ഒരു ദൈവത്തെ നമുക്കെല്ലാം ദൈവത്തിനെ കാണാൻ പറ്റുന്നൊരവസ്ഥയാണ്. അത് നന്നായിട്ട് തന്നെ പാടി. ഇത് മാത്രമേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ, അത് നീ ക്ലിയർ ചെയ്തു. സന്തോഷം. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. നന്നായിട്ട് പാടി, നല്ല സെലക്ഷനാണ്. പിന്നെ ഈ മായാതെ ഇപ്പൊ പാടിച്ച അണ്ണാച്ചി പാടിച്ച വേറൊരു സ്ഥലത്ത് പാടിച്ചതിന്റെ അതേ നോട്ട്സ് തന്നെയാണ്. അതെ, ഒന്ന് പാടിക്കും. മായാതെ അതെ, സംഗതികൾ അതില്ല. എന്നാ പിന്നെ കുറച്ച് സ്വരവും കൂടെ. അതായത് അവിടാണ് അതിന്റെ ഫീൽ. മായാതെ മനസ് അതെ. അതുപോലെ തന്നെ ലക്ഷങ്ങളെത്തി ഒരു ബ്രൈറ്റ്നസ് വേണം. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം. ഓക്കെ, അതെ. പിന്നെ അതിനുശേഷം മാറ്റാൻ കഴിയുമോ ബിലാലിൻ, അവിടെ കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്ന പാടണ്ട. പിന്നെ എന്താ പാടി? തിരുനബിയുര ചെയ്ത തിരുനബിയാണോ? നബീന്നാണ്, പക്ഷെ പറയുമ്പോ തിരുനബി ഒരു ചെറിയൊരു സ്ലാങ്ങിന് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ പറയില്ല. തിരുനബി തിരുനബി ഒരു ഇതിന്റെ ഇടയ്ക്ക് നന്നായിട്ട് പാടി. ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഇപ്പം ഇത് പുരുഷന്മാരാണ് പൊതുവെ വേദിയിൽ പാടി കേട്ടിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഈ പാട്ട് പല വേദികളിലും പാടാറുണ്ട്. അപ്പം അത്രയും എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നല്ല മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ശരിക്കും. ഇപ്പം ബാക്ക് ഡ്രോപ്പിൽ നോക്കുമ്പോൾ ഗ്രാഫിക്സും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര കൊടുത്ത ഒരു മാജിക്കൽ ഫീലും എല്ലാം കൊണ്ട് മനോഹരമായി പാട്ട്. പിന്നെ ആ ലാസ്റ്റിലത്തെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു വിരുത്തം പോലെ പാടിയതും നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് പാട്ടിലില്ല എന്നുള്ളത് നമുക്കറിയാം, പക്ഷെ എന്നാലും അത് മോൻ്റെ സ്വന്തം ഐഡിയ ആണോ? ഞാൻ പറഞ്ഞു അങ്ങനെ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു സാറോടൊപ്പം. നൈസ്. അതൊക്കെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു പാടിയത്. എനിക്കിതിൽ ഒരു ചരണത്തിൻ്റെ എൻഡിൽ അവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ. തള്ളല്ലേ നീ എന്നെ തമ്പുരാനെ, എങ്ങനെയാ പാടിയത്? തള്ളല്ലേ നീ എന്നെ അങ്ങനെ പാടിയത്. ഞാൻ കേട്ടതില് തള്ളല്ലേ നീ എന്നെ തമ്പുരാനെ, ഇങ്ങനെ ഞാനും വേറൊരു വേർഷൻ കേട്ടത്, ദാസങ്കൾ പാടി കേട്ടത് അങ്ങനെയാണ്.
അപ്പം പെട്ടെന്ന് എനിക്ക് അതാ തോന്നിയത്. ഇപ്പം പല പല രീതികളിൽ പാടാറുണ്ട് ഈ പാട്ട്. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും അത്രയും ഇഷ്ടമുള്ളൊരു പാട്ടായതുകൊണ്ട് അവരവരുടേതായ രീതിയിൽ അത് പാടി വരാറുണ്ട്. എന്തായാലും മനോഹരമായിട്ട് പാടി.